ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻവീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു മസാല ദോശയാണ്. എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. മിക്ക പേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിൽ പെട്ട ഒന്നാണ് ഈ മസാല ദോശ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ അതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെ ചേരുവകളാണ് ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടത് 3 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്നുപരിപ്പും 1 സ്പൂൺ ഉലുവയും നമ്മൾ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കണം. ഈ കപ്പിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 6 മണിക്കൂർ വേറെ വേറെ സെപ്പറേറ്റിൽ വെള്ളത്തിലിടൊന്നും വേണ്ട, എല്ലാം കൂടി ഒന്നിലിട്ട് ഒരു 6 മണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ അരച്ചെടുത്തതാണ്. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം നല്ലോണം ലൂസ് ആവാനും പാടില്ല, എന്നാൽ നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു പരുവായാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഒരു 8 മണിക്കൂർ വെക്കാം. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് ബബിൾസൊക്കെ വരുള്ളൂ, ഒന്ന് പൊങ്ങി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച ഒരു പേസ്റ്റാണിത്, അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരാനാണ്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. കുരുമുളക് പൊടിയും പിന്നെ മുളകും ഉള്ളൂ ഇതിൽ. ബാക്കി മുളകും പൊടി ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പൊട്ടാറ്റോ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഉടഞ്ഞതാണ്, അത് വേവിച്ചാണ്, നല്ലോണം ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിച്ചപ്പ് ഇട്ടത് നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന് കിട്ടുക. അപ്പം ഇതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കിതേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ മാവ് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ കഴിഞ്ഞ് കാണിച്ചതാണിത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ലോണം ലൂസും അല്ല, എന്നാൽ നല്ലോണം ടൈറ്റും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്കൊരു ദോശക്കല്ല് പാൻ എടുത്തിട്ട് ദോശ ചുടാം.
ഈ മസാല ദോശ ചുറ്റാനൊക്കെ നല്ല എളുപ്പമാണ്. മാവ് നല്ലോണം ആയാൽ അതേ കൺസിസ്റ്റൻസി കിട്ടിയാൽ നല്ലോണം മുരിഞ്ഞ് വരും. അപ്പം ഇത് നല്ലോണം ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് ഇത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. ഇത്ര പണിയുള്ളൂ. നമ്മൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.